ഹലോ. അപ്പം ഇതെൻ്റെ ഫസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീ ആണേ. കാരണം ഇത് വലുതായിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊന്നുമില്ല. അപ്പോഴെ 2 പ്രോഡക്ട്സ് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അന്നേരം ഞാൻ ഇങ്ങനെ ഇന്ന് എന്തോ കണ്ടന്റ് ഇടും, ഇന്ന് കണ്ടന്റ് ഇടാനൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സൂക്ഷം പോലെ അച്ഛൻ ഇങ്ങനെ വിളിച്ച് പറയുന്നത്. അച്ഛൻ രാവിലെ വണ്ടി കൊണ്ട് സർവീസിന് കൊടുത്തായിരുന്നേ. ഫസ്റ്റ് സർവീസ് ആയിരുന്നു വണ്ടി എടുത്തിട്ട്. ചേതക്കിൻ്റെ വണ്ടിയാണ് അത്. അച്ഛൻ ഫസ്റ്റ് സർവീസിന് കൊടുത്തു. എന്നിട്ട് നമ്മൾ അത് വൈകിട്ട് അവർ റെഡി ആയപ്പോൾ വിളിച്ചു. പക്ഷെ അന്നേരം അച്ഛൻ കറൻ്റ്ലി ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ പോയി ആ വണ്ടി എടുക്കണം, പഴയാറ്റിൻകുരിയിൽ വണ്ടി ഇരിപ്പുണ്ട്, ഞാൻ പോയി എടുക്കണമെന്ന് പറഞ്ഞ്. അന്നേരം അമ്മ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, നീ വാ, നമുക്ക് ഒരുമിച്ച് പോവാം, അതാകുമ്പം നൈറ്റിന് എനിക്ക് കയറുകയും ചെയ്യാം, നിന്നെ അവിടെ ഇറക്കുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് 3:30 ട്രെയിനിന് പോവാം. അന്നേരം അമ്മയ്ക്ക് നൈറ്റായിരുന്നു ഇന്ന്. അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്ന് റെഡിയായി. അത് ഞാൻ ഇട്ടേക്കുന്ന ടീഷർട്ട് കൊള്ളാവോ, എല്ലാവരും കമൻറ്റ് ചെയ്യണേ. ഞാൻ മീഷോയിൽ നിന്ന് എടുത്ത ടീഷർട്ടാണ്, 2 ടീഷർട്ടും കൂടെ ഉള്ളതാ. പിന്നെ ഒരു ബീജ് പാൻസും ഇട്ട്. ഞാൻ ഇപ്പോൾ ഇടുന്നത് മാഴ്സിൻ്റെ ലിപ്സ്റ്റിക്കാണേ. എൻ്റെ ഷെയ്ഡ് ഏതായിരുന്നു? ഷെയ്ഡ് സിൻഫുൾ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. നല്ല ഷെയ്ഡാണ് കേട്ടോ. ഭയങ്കര ടെറാക്കോട്ട ബ്രൗൺ ഷെയ്ഡാണത്. നമ്മുടെ സ്കിൻ ടോണിന് നല്ല എൻഹാൻസ് ചെയ്ത് കാണിക്കും. അന്നേരം നമ്മൾ ഇപ്പം ഇറങ്ങുന്നതിന് മുമ്പ് അന്നേരം ഞാൻ അമ്മ ഇങ്ങനെ വിളിക്കുവാണ്, അമ്മ വാ ഒന്ന് പോസ് ചെയ്യും, ഒരു ടാറ്റ പറയാന്ന് പറഞ്ഞ. അമ്മ ഇനി എന്നെ പറയാനൊന്നും ബാക്കിയില്ല, ഞാൻ ഒരുങ്ങാൻ കുറേ സമയം എടുക്കും എന്നൊക്കെ പറഞ്ഞ്. ഞാൻ ഇട്ടേക്കുന്ന കമ്മൽ കണ്ടോ, അതിനകത്ത് വിസിബിൾ അല്ല, നല്ല കമ്മലാണ് കേട്ടോ. ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് മേടിച്ചതാ അത്. ഞാൻ എബ്രോഡാണ് പഠിക്കുന്നത്, അവിടെ നിന്ന് മേടിച്ചതാണ്. എന്നിട്ട് പെട്ടെന്ന് ഞാൻ വീഡിയോയിൽ നോക്കിയപ്പോൾ എൻ്റെ പാൻറ്റിൻ്റെ സിപ്പ് തുറന്ന് കിടക്കുന്ന എനിക്ക് ഫീൽ ചെയ്ത്. അപ്പം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ അത് സിപ്പ് തുറന്നൊന്നും കിടക്കുകയല്ലായിരുന്നു, അടഞ്ഞായിരുന്നു കിടക്കുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ വീടൊക്കെ പൂട്ടി, ചെരുപ്പെടുത്തു, വെളിയിലിറങ്ങി. എന്നിട്ട് ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, ഒന്നുകൂടെ ഒരു ടാറ്റ ബൈ ബൈ പറയൂ. അങ്ങനെ അമ്മ പിന്നെ ടാറ്റ ബൈ ബൈ പറഞ്ഞു.